ഞായറാഴ്ച വൈകിട്ട് ഞങ്ങളൊന്ന് പുറത്തോട്ട് പോയി. എൻ്റെ ഇളയ പ്രൊഡക്റ്റ് അവരുടെ വണ്ടിയിലായിരുന്നെങ്കിലും അവൻ്റെ കണ്ണ് ഫുള്ള് ഞങ്ങളിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നേരെ കോവളത്ത് പോയി അവളുടെ ഇത്താടെ മോളെയും കൂടി പിക്ക് ചെയ്ത് നേരെ ഞങ്ങൾ മലബാർ ബൈറ്റ്സിലോട്ടാണ് പോയത്. അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പപ്സ്, ഡോണട്ട്, സാൻഡ്വിച്ച്, കട്ട്ലേറ്റ്, കേക്ക് എല്ലാം ട്രൈ ചെയ്ത് നേരെ MOTയിലോട്ട് പോയി. MOT പോയപ്പോൾ തന്നെ ബസ്സിൽ കയറണം എന്ന് രണ്ടുപേരും ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ബസ്സിൽ കയറ്റി ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് ഈസി ബൈയിലോട്ട് പോയി. ഈസി ബൈയിൽ നല്ല അഫോർഡബിൾ പ്രൈസിൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് 1-2 സാധനങ്ങളൊക്കെ വാങ്ങി. എൻ്റെ മൂത്ത പ്രോഡക്റ്റിന് ഭയങ്കര വാശിയായിരുന്നു. ഞങ്ങൾ അവിടെ നേരത്തെ സ്ലീപ്പ് കമ്പനിയിലോട്ട് പോയി. അവിടെ നല്ല അടിപൊളി ലക്ഷറി ഐറ്റംസ് ആയിരുന്നു. ഞങ്ങൾ എല്ലാത്തിലും ഇരുന്ന് ട്രൈ ചെയ്ത് നോക്കി. നല്ല അടിപൊളി സാധനം. നമുക്ക് അതിലിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ കംഫർട്ട് മനസ്സിലാവും. ഇതിലേതെങ്കിലും ഒരെണ്ണം വീട്ടിൽ പൊക്കിക്കൊണ്ട് പോകണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ റേറ്റൊക്കെ ചോദിച്ചു. ഇതിന് 31,000, ഇതിന് 65,000 എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ ഓഫർ പ്രൈസ് ആയിരുന്നു. ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഇതിൻ്റെ 3 ഉണ്ട് എന്നുള്ളൊരു ഭാവമായിരുന്നു ഈ മനുഷ്യൻ്റെ മുഖത്ത്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വെള്ളവും കുടിച്ച് പുറത്തോട്ട് ഇറങ്ങി. നേരെ സ്റ്റുഡിയോയിലോട്ടാണ് പോയത്. അവിടെ നിന്ന് കുറച്ച് ബ്ലഷും ലിപ്സ്റ്റിക്കും ഇട്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ടാണ് പോയത്. അങ്ങനെ പോണ വഴിയിൽ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ നിർത്തി. അൽഫാം കഴിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊന്നും അൽഫാം കിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഷവായിൽ ഒതുക്കി. അങ്ങനെ വീടെത്തി ആകാശത്തോട്ട് നോക്കിയപ്പോൾ എന്തോ ഒരു സംഭവം. അങ്ങനെ ഇവർ പല മണ്ടത്തരങ്ങളും പറയുന്നുണ്ടായിരുന്നു. നാസ റോക്കറ്റ് വിട്ടെന്നും ലോകാവസാനത്തിൻ്റെ അടയാളമാണ്. ഇത് അറിയാവുന്ന ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ.